ഓട്ടോ എക്സ്പോയുടെ ഫസ്റ്റ് ഡേ നല്ല രസമുള്ളൊരു അൺവെയിലിംഗ് നടന്നു. അതാണ് നിങ്ങൾ കണ്ടു ഈ വിറ്റാര. മുൻപ് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അതെ ക്വാളിറ്റിയുടെ ഒരു മുഖമുദ്രയായിരുന്നു. സുസുക്കിയുടെ ഇറ്റലമായ അതേ ജപ്പാനിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കപ്പെടുന്നതാണ് ഈ വിറ്റാര. വല്ലാത്തൊരു അഭിമാനമൊക്കെ തോന്നില്ലേ? നമുക്ക് ഈ അഭിമാന താരത്തെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടാലോ. ആദ്യം റേഞ്ച് പറഞ്ഞു തുടങ്ങാം. 500 മുകളിലാണ് സുസുക്കി ക്ലെയിം ചെയ്യുന്നത്. ഇനി മാരുതിയുടെ നെറ്റ്വർക്ക് അറിയാലോ. വിറ്റാര ഒന്ന് വന്ന് കിട്ടേണ്ട താമസം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തോളും. കാരണം എന്താ, മുക്കിലും മൂലയിലൊക്കെ ചാർജിങ് സ്റ്റേഷനുകളും സർവീസ് സെൻ്ററുകളൊക്കെ ഉണ്ടാവും, അത് ഉറപ്പാണ്. എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് അസൽ EV ആയിട്ട് തന്നെയാണ് ജനിച്ചത്. അതിൻ്റെ ഗുണം ഡിസൈനിൽ കാണാം. വീൽ ബേസ് കൂടുതലാണ്, 2700 mm ആണ്. അപ്പോൾ അറിയാലോ, യാത്രാസുഖം കൂടും. പിന്നെ ഓവർ ഹാങ്സ് അഥവാ ടയർ കഴിഞ്ഞ് മുന്നോട്ടും പിന്നോട്ടൊക്കെ തള്ളിയിരിക്കുന്ന ബോഡിയുടെ ഭാഗങ്ങൾ ചെറുതാണ്. അത് മോശം റോഡുകളുടെ യാത്ര കോൺഫിഡൻസ് കൂട്ടും. പിന്നെ ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 4 വീൽ ഡ്രൈവ് സിസ്റ്റം കൂടി വരുമ്പോൾ വിറ്റാര ഏത് റോഡിലും പോകാൻ പറ്റുന്ന വണ്ടിയാവും. 5.2 മീറ്റർ ഉള്ളൂ ടേണിംഗ് റേഡിയസ്. നമുക്ക് ഈസി ആയിട്ട് ടൗണിലൊക്കെ വളയ്ക്കാം, തിരിക്കാം. ഹാർടെക്ട് പ്ലാറ്റ്ഫോമാണിത്. ഫേസിൻ്റെ കൗതുകത്തിൽ ഒന്ന് ഏതറിയാം, മെട്രിക്സ് LED DRLും LED കണ്ണുകളാണ്. ഈ ലോഗോ വെച്ചുള്ള ബ്ലാക്ക് പോർഷൻ കാണുമ്പോഴേ ഒരു റെനോയുടെ ശൈലി തോന്നുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. 18 ഇഞ്ച് എയറോഡൈനാമിക് വീലാണ്. പിന്നെ ബോൾഡായിട്ടുള്ള ആർച്ചുകളും മസിൽ തുടിപ്പുകളൊക്കെ ഉണ്ട്. നമുക്കത് ചുറ്റും നടക്കുമ്പോൾ ഫീൽ ചെയ്യും. നല്ല എടുത്ത് നിൽക്കുന്ന ബോഡിയാണ്. പഴയ സ്വിഫ്റ്റിൽ കണ്ട പോലെ ഇവിടെയാണ് ഡോർ ഹാൻഡിൽ. അഡാസ് ലെവൽ 2 ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി വരുമ്പോൾ സൂചന കിട്ടാനുള്ള ചിഹ്നങ്ങളാണിത്. ഇനി ഉള്ളിലേക്ക് കയറാം. ഏതാണ്ട് 90 ഡിഗ്രി തന്നെ ആയി തുറക്കുന്ന പിന്നിലെ ഡോറാണ്. അറിയാമല്ലോ അതിൻ്റെ ഒരു രസം. നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ സുഖമായി. വെന്റിലേറ്റഡ് സീറ്റുകളാണ്. 10 തരത്തിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലെ സീറ്റ് പിന്നിലേക്ക് ചേരിക്കാം. 40-20-40 ആയിട്ട് മടക്കാം. ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഫ്ലാറ്റായിട്ടാണ് സീറ്റ് ഫോൾഡ് ആവുന്നത്. സീറ്റിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നടുവിൽ ഫാബ്രിക്കാണ്, പിന്നെ സൈഡിലൊക്കെ ലെതറൈറ്റാണ്. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. കുഷനിങ് കൊള്ളാം. തൈ സപ്പോർട്ട് പിന്നിലും നന്നായിട്ടുണ്ട്. തുറക്കുമ്പോൾ ചാർജർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അതിൻ്റെ താഴെ ഫുൾ സൈസ് സ്പെയർ വീല്. കൊള്ളാം, നല്ല ബോർഡ്. ഡാഷ്ബോർഡ് ശരിക്കും പ്രീമിയം ആയിട്ടുണ്ട്. ആ കളറും ആ രസമുള്ള ഡിസൈനൊക്കെ. 10.25 സ്ക്രീൻ സൈസ്. ഇവിടെ കണ്ടല്ലോ സോഫ്റ്റ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വെർട്ടിക്കൽ എയർ വെൻസ് നല്ല രസമുണ്ട്. ഈ നടുവരമ്പ് ഡബിൾ ഡെക്കുള്ള, അതായത് 2 തട്ടുള്ള നടുവരമ്പാണ്. ഹ്യുണ്ടായി കോനയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ. ഓട്ടോ ഹോൾഡ് ഫങ്ഷൻ ഉണ്ട്. പിന്നെ രസമായിട്ടുള്ള ഡയൽസ്, അതായത് ഡ്രൈവ് മോഡ്സ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പുതുമ സ്റ്റിയറിംഗ് വീലാണ്. ഡബിൾ ഡി കട്ട് എന്ന് പറയാവുന്ന ഡിസൈൻ, അതായത് മുകളിലും താഴെയും ഡി കട്ട്. അഡാസിൻ്റെ ബട്ടൺസാണ് റൈറ്റ് സൈഡിൽ. ഗ്ലാസ് സൺറൂഫ് ഫിക്സഡ് ആണ്. ഡെഡിക്കേറ്റഡ് ആംറസ്റ്റ് അല്ല പിന്നിൽ. 3ാമത്തെ സീറ്റിൻ്റെ ചാര് താഴേക്ക് മടക്കുക. ഹാർമൻ ഇൻഫിനിറ്റി മ്യൂസിക് സിസ്റ്റം ഉണ്ട്. സേഫ്റ്റി നോക്കുകയാണെങ്കിൽ അഡാസ് ലെവൽ 2 എനേബിൾഡ് ആണ് ഈ വിറ്റാര. പിന്നെ കാൽമുട്ടിനടക്കം 7 എയർ ബാഗുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പച്ച ബോർഡിൽ ആദ്യം മാരുതി മോഡൽ ഈ വിറ്റാരയുടെ വിശേഷങ്ങൾ.